പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി 12 മണിക്കാണ് പരിശുദ്ധ മംഗളവാർത്ത മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കുക. അതാതു ഭവനങ്ങളിൽ നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഉണർവോടെ ഇരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് 12 മണി സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടും അതിനു വേണ്ടി ഓടി നടക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന ആ വാഗ്ദാനം അനുസരിച്ച് നമ്മൾ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുക. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതുപോലെ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടിയും നാം പ്രത്യേകമായിട്ട് ആ നിമിഷങ്ങളിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് നോക്കി ഞങ്ങൾ നാളെ വിശ്വാസ കൈമാറ്റ ഓഫീസിലെ സ്റ്റാഫ് ഇരുന്ന് നിങ്ങൾക്ക് 3 മണി മുതൽ കരണക്കൊന്തയോടെ ഞങ്ങൾ ആരംഭിക്കും. പിറ്റേ ദിവസം 3 മണി വരെ, 25-ാം തീയതി 3 മണി വരെ നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടിയും കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും കുഞ്ഞുമക്കളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് മാതാപിതാക്കൾ വേണ്ടതെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിക്കും. വരെ നിങ്ങളെല്ലാവരും കുമ്പസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുമ്പസാരിച്ച് ഒരുങ്ങി വേണം പ്രാർത്ഥിക്കാനായിട്ട്. വിട്ടുപോയ നന്മ പ്രവൃത്തികളാണ് നാം ഏറ്റുപറയേണ്ടത്. പ്രത്യേകമായിട്ടും പരിശുദ്ധാത്മാവ് നൽകിയ സൽപ്രേരണകളെ ഏതെങ്കിലും കാരണത്താൽ, സ്വാർത്ഥമോഹത്താലോ ജഡിക മോഹത്താലോ ധനമോഹത്താലോ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനോ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റുപറഞ്ഞ് നാം പ്രത്യേകമായി ഈ ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത്, കുമ്പസാരിക്കേണ്ടത്. അതിന് ഞാൻ ഞായറാഴ്ച തന്നെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് നിർദ്ദേശമായി തന്നിട്ടുണ്ട്. അത് അനുസരിച്ച് നിങ്ങൾക്ക് ഒരുങ്ങാനാവുന്നതാണ്. ഇനി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ നമ്മളുമായി തീരേണ്ടതിനാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ നാം കുഴിയിൽ ചെന്ന് വീഴും, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകും. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല, ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഓർത്തിരിക്കുക.